ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവപ്രഭയോർത്ത് ദൈവത്തെ സ്തുതിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട്, വിവിധ ദേശങ്ങളിലിരുന്നുകൊണ്ട് ദൈവജനം ശ്രദ്ധിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മഹത്വകരമായ അനുഭവങ്ങൾക്കും അവസരങ്ങൾക്കുമായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സംഭവപൂരമായൊരു ലോകത്തിൽ മനുഷ്യനെ ആശ്രയിക്കാനുള്ളത് ഒന്ന് മാത്രം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. അത് നമുക്ക് തുടർന്നും ആശ്രയിക്കാം. ദീർഘനാളുകളായി വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ എന്നുള്ള ശുശ്രൂഷ അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു എന്നറിയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എല്ലാ മഹത്വവും ദൈവവും ഞാടിനെ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധി വിനയപ്പെട്ട് നിങ്ങളോടൊന്നിച്ച് വീണ്ടും ദൈവവചനം പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാനായി ദൈവകൃപ ലഭിക്കണമല്ലോ. ദൈവം ജീവിതങ്ങളെ ഒരുക്കണം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് നിന്നെ മഹത്വപ്പെടുത്താൻ, സർവോപരി നിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാൻ അവസരം തരുന്ന ദൈവകൃപയോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങൾ അറിയുന്നത് പോലെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ല. നിന്നോട് പറ്റിയിരുന്നു കൊള്ളാൻ, വചനത്തിൽ രസിക്കുന്നവരായി, അതിനെ ദിനംപ്രതി ധ്യാനിക്കുന്നവരായി എല്ലാ മേഖലകളിലും എല്ലാവരുമായിരിക്കാൻ ഇവിടെയാക്കണ ഈ ശുശ്രൂഷയെ വാഴ്ത്തുന്ന ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാൻ മനസ്സ് ഒരുക്കത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. തിരുനാമം മഹത്വപ്പെടണം. ദൈവകൃപയിൽ അടിയനെയും കാക്കണമേ. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാളുകളായി ഈ വചനം ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നല്ലോ. ദൈവകൃപയുടെ അനുഗ്രഹങ്ങൾ വീണ്ടും ലഭിക്കാനായി നമുക്ക് ദൈവത്തിന് വിനയപ്പെടാം. നാം ഈ ദിവസങ്ങളിലൊക്കെ തുടർമാനമായി നമ്മൾക്കൊരു മടങ്ങി വരവ്, എവിടെയൊക്കെയോ പറ്റിയ പാളിച്ചകൾ, തെറ്റുകൾ, പോരായ്മകൾ ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയാണല്ലേ. വിവിധ മേഖലകളിൽ വീഴ്ച സംഭവിച്ച മണ്ഡലങ്ങൾ, അഥവാ നഷ്ടം വരുത്തിയത്, പിന്തള്ളിക്കളഞ്ഞത്, ഇതിനകത്തൊക്കെ മടങ്ങി വന്നവർ യഥാസ്ഥാനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വളരെ ആയിരിക്കുന്നു എന്ന് നാം പല മേഖലകളിൽ പല വിഷയങ്ങൾ ചിന്തിച്ചു വരികയാണ്. അതിനോട് ബന്ധപ്പെട്ട് ഇന്ന് ഈ മണിക്കൂറുകളിൽ ഒരു വിഷയം കൂടെ ചിന്തിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നു. കാരണം ഈ മേഖലയിൽ നമുക്കൊരു കറക്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ, വ്യത്യാസം വരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി തീരും. അതിന് ദൈവാത്മാവ് ആലോചന തരിക, അത് കേട്ടനുസരിക്കുക. ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനോടനുബന്ധിച്ച് ഇന്ന് നാം ചിന്തിക്കുന്നത് മടങ്ങി വരേണ്ടത് എവിടേക്കാണ്. നമ്മുടെ ചിന്ത എന്തുമായിരുന്നു? പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ തുടങ്ങിയതാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങളെ മടക്കി വരുത്തണമേ, നമ്മുടെ പണ്ടത്തെ കാലം ഞങ്ങൾക്ക് മടക്കി തരണേ എന്ന് പറഞ്ഞ് നമ്മൾ ചില നാളുകൾക്കപ്പുറത്ത് ആരംഭിച്ച ഈ വചന ശുശ്രൂഷ തുടർമാനമായി ദൈവം അതിൻ്റെ കണ്ടിന്യൂവേഷൻ, തുടർച്ച തന്ന് നടത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇന്ന് ആ മേഖലയിൽ ദൈവം തരുന്ന ചിന്ത ആരാധനയിലേക്ക് മടങ്ങി വരണം. ആരാധന, ദൈവത്തെ സ്തുതിക്കുന്ന, അല്ലേ? എന്താണ് ആരാധന? ആരാധനയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം തൻ്റെ ജനത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അത് തന്നെയാണ് കേട്ടോ. അഥവാ ദൈവം തൻ്റെ ജനത്തിൻ്റെ ആരാധനയെ ആസ്വദിക്കുന്നവനാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യമാണ് നാം പ്രാരംഭമായി അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുക. എന്താ 22-ാം സങ്കീർത്തനം 3-ാം വാക്യം? ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. God inhabiteth on the praises of Israel. നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്നാ? ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്തുതി മുകളിലേക്ക് ഉയരും. ആ സ്തുതികളിൽ വാഹനമേറി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായി വരുന്നത്? ദൈവനാമത്തിലാണ് കൂടി വരുന്നതെങ്കിൽ അവർ കൂടി വരുമ്പോൾ ആ മഹത്വകരമായ നാമത്തെ പാടി സ്തുതിക്കും, മഹത്വം അർപ്പിക്കും. അപ്പോഴാ സ്തുതികളിന്മേൽ ഇറങ്ങി. അത് ഒത്തിരി സംഭവങ്ങൾ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വിസ്താരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വിഷയം ആരാധനയിലേക്ക് മടങ്ങി വരിക എന്നുകൊണ്ട്. ഈ ആരാധന അനുഭവിച്ച, ദൈവ സാന്നിധ്യം അനുഭവിച്ച ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത് 34-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. What he needs is a continuous presence of the Spirit of God, rather God himself. ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ഭക്തനായ മനുഷ്യനായിരുന്നു ദാവീദ്. നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ഈ ആഗ്രഹം ഉണ്ടാകുന്നതല്ല കേട്ടോ. കാരണം ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്താ? ഇങ്ങനൊരു പറച്ചിലുണ്ട്, ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ഫോർ മാൻ, ബട്ട് മാൻ വാസ് ക്രിയേറ്റഡ് ദാറ്റ് ഹി ഷുഡ് വർഷിപ്പ് ദ ലിവിങ് ഗോഡ്, ദ ക്രിയേറ്റർ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാ. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാ? സൃഷ്ടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇത് ഒരു വലിയ ആത്മീയ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിക്ലറേഷൻ, വലിയൊരു പ്രഖ്യാപനമായത്. പക്ഷെ പലരും ഇത് വിസ്മരിച്ചു കളയാ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ളതാണ് അല്ലേ. എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ മതിയാ? പോരാ. ദൈവത്തിനെ ആരാധിക്കുമ്പോൾ ദൈവം ചില വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ട്, അത് കൂടെ ആരാധിക്കും. ആ മേഖലയിൽ തന്നെ ആരാധിക്കും. അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ മനുഷ്യന് അനുവാദമില്ല. എന്നുവെച്ചാൽ ആരാധന ദൈവം പ്രസാദിക്കണം. പ്രസാദിച്ചില്ലെങ്കിൽ അതിനകത്തൊരു മറുവശം അപകടമുണ്ട്. അതുകൊണ്ട് ആ ആരാധനയ്ക്ക് ഇത്രയും ഗൗരവം നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ ദൈവം വെച്ചിരിക്കുന്നത്. അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്കുമ്പോൾ ആരാധന എന്ന് പറയുന്ന ഈ വിഷയം ഇങ്ങനെ വലിയ ഒരു വിഷയമായി നീണ്ടു കിടക്കുകയാണ് കേട്ടോ. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ പരിശോധിക്കുമ്പോൾ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന ഈ ആരാധനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ ഒരു കുടുംബത്തിലെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആദ്യ മനുഷ്യനായിരുന്ന ആദാമിൻ്റെ ഹവ്വായുടെയും 2 മക്കൾ, ആദാമിൻ്റെ സന്തതികൾ കായീനും ഹാബേലും. അവരല്ലോ ഭൂമിയിലെ ആദ്യ സഹോദരന്മാരെന്നൊക്കെ കവി പാടിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? ഇവർ 2 പേരും കൂടെ ദൈവത്തെ ആരാധിക്കാൻ പോയൊരു സംഭവം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരും നല്ല കൂട്ടം ആൾക്കാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. പക്ഷെ എന്തോ സംഭവിച്ചു? ഒരുത്തൻ്റെ ആരാധന ദൈവം അംഗീകരിച്ചു, ഒരുത്തൻ്റെ ആരാധന അംഗീകരിച്ചില്ല, അതേ പ്രസാദിച്ചില്ല. അതിന് ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ, മൂത്തവനും ഇളയവനും. ഇളയവൻ്റെ ആരാധന അംഗീകരിച്ചു, ചേട്ടൻ്റെ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്ത് എവിടെയോ ഒരു തകരാറുണ്ടല്ലേ. എന്താ തകരാറ്? മുഖപക്ഷമുള്ള ദൈവമല്ല. പിന്നെ എന്താ സംഭവിച്ചു? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനപ്രകാരം ആരാധിക്കണം. ദൈവത്തിന്റെ വചനമല്ല, അതായത് ദൈവത്തിന്റെ നിയമം എന്താ? ദൈവത്തിനൊരു നിത്യ നിയമമുണ്ട്, എറ്റേണൽ ലോ. There is no covering of sin without the remission of blood. രക്തം ചിന്താതെ വിമോചനമില്ല. അതായിരുന്നു പഴയ നിയമത്തിന്റെ പ്രമാണം ദൈവം കൊടുത്തു. പിന്നെ നമുക്കറിയാം, കയീനും ഹാവേലും, കയീൻ കൃഷിക്കാരനും ഹാവേൽ ആട്ടിടയനുമായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് ആ വേദഭാഗത്തുണ്ട്. നമുക്കറിയാൻ വയ്യാത്തവരെ തുറന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. അപ്പോ ദൈവത്തെ ആ വഴിപാട് കൊണ്ട് കൊടുത്തു. കയീന്റെ ആരാധന ആ വഴിപാട് ദൈവം പ്രസാദിച്ചതല്ലേ. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കയീന് മോശമായ സാധനമൊക്കെയാണ് കൊണ്ട കൊടുത്തത്. അങ്ങനല്ല, അവനും നല്ലതൊക്കെയാണ് കൊണ്ട കൊടുത്തത്. പക്ഷെ ദൈവം പ്രസാദിച്ചു. ഹബേൽ എന്താ ചെയ്തത്? ഹബേൽ ആട്ടിൻകുട്ടിയെ കൊടുത്തെന്നല്ല. വായിച്ചിട്ടുണ്ടോ? വേദവാചനമെല്ലാം എടുത്ത് വായിക്കാൻ സമയത്തിന് പരിധി കൊണ്ടാണ് കടക്കാത്ത കേട്ടോ. ആട്ടിൻകുട്ടിയുടെ മേധസ്സിൽ നിന്ന് തന്നെ എന്ന് വെച്ചാൽ അതിനെ യാഗം കഴിച്ച് ആ മേധസ്സിൽ കൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഹബേൽ ശ്രമിച്ചത്. ദാറ്റ്സ് അക്കോർഡിംഗ് ടു ദ വേർഡ്. ദൈവപ്രമാണം അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ ആലയിലും അല്ലെ ബുദ്ധിജീവികൾക്ക് പറയാം, ഒരു പക്ഷേ കയ്യിൽ ഇതേക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടായി അല്ലേ. നിങ്ങൾ ചിന്തിച്ചു, കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കാമല്ലോ. ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ, മൂത്തവനും ഇളയവനും. ഇളയവന് ഇതേക്കുറിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ, അറിവ് കിട്ടിയിരുന്നെങ്കിൽ മൂത്തവൻ അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞു. പക്ഷെ അറിഞ്ഞെങ്കിലും എന്ത് പറ്റി? അംഗീകരിച്ചില്ല. സ്വന്തം ബുദ്ധിയിൽ ആരാധിക്കാൻ ശ്രമിച്ചു. ഇന്ന് മറ്റനേകരും ചെയ്യുന്നത് പോലെ, പലർക്കും സംഭവിക്കുന്ന പോലെ. ദൈവപ്രമാണങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ആരാധിക്കുന്നത് സ്വന്തം ഹിതത്തിലാണ്. ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ.
അപ്പൊ പഴയ നിയമത്തിലെ സത്യം രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ സത്യം എന്താ അറിയാമോ? It is according to the word of God that you should be born again. നീ വീണ്ടും ജനിക്കണം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളായവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അവന്റെ ആരാധനയിലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. എങ്ങനെങ്കിലുമൊക്കെ നടന്നേച്ച് ഞായറാഴ്ച വന്നേച്ച് ആരാധിച്ചാലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ. ആരാധന എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളതല്ല. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് മിഷൻ. അതും പലരും വിസ്മരിച്ചു കളയുക. അങ്ങനെയല്ല. ഇതിനൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്താണ് മനസ്സിലാക്കേണ്ടത്? അർത്ഥാൽ ദൈവമക്കളുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്, അല്ലേ? എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, കായിനെ പോലെ ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം വലിയൊരു കൂട്ടം ജനം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് അപകടമാണ്. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പറയാം, God doesn't need religious people. He needs spiritual people. മനസ്സിലായോ എൻ്റെ അർത്ഥം? പള്ളി ഭക്തന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ആത്മീയ ജനത്തെയാണ്, ഭക്തന്മാരെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഏതാ ഒരു റിലീജിയസ് ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മതഭക്തി എനിക്കുള്ളോ? ദൈവഭക്തി, ദൈവ പൈതൽ എന്നുള്ള ഒരു ബന്ധത്തിൽ കർത്താവുമായിട്ടൊരു അപ്പനും മക്കളും എന്നുള്ള ബന്ധമുണ്ടോ? ഇവിടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ദൈവത്തെ വളരെ അനുഗ്രഹകരമായി ആരാധിച്ച് പ്രസാദിപ്പിച്ചവരാണ്. പക്ഷെ ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ആരാധന ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാ പറ്റിയേക്കുന്നത്? മെക്കാനിക്കലാണ്, യാന്ത്രികമാണ്, നോമിനലാണ്, പേരിന് വേണ്ടിയുള്ള ആരാധന. അതാണോ? അത് ദൈവം പ്രസാദിക്കുമോ? മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഇത് ഓർപ്പിക്കുന്നു കേട്ടോ. കരുണ ചെയ്യണേന്ന് പ്രാർത്ഥിക്കുന്നവർ വിടുതൽ പ്രാപിക്കുന്നു. ആരാധന ഉണ്ടെങ്കിലും എന്താ പറ്റിയ? പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ജനം അടുത്തു വന്ന് വായി കൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കും, എങ്കിലും അവരുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റിയിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. ആലയത്തിൽ ആരാധനയ്ക്ക് നിൽക്കുമ്പോഴും മനസ്സങ്ങ് വിദൂരതേ പോകാം, മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ച്. അത് പാടില്ല. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. അതാ ദൈവവചനം നമ്മെ പ്രവാചകൻ ഓർമ്മിച്ച്, ഹൃദയം ദൈവത്തെ വിട്ട് ദൂരെയാ. ആണോ? വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. മനസ്സ് ദൂരെ പോകാൻ പാടില്ല. അറിയാമല്ലോ, മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ ഉച്ചരിച്ച് അനുഗ്രഹം നേടാമെന്നുള്ള ആ ചിന്തയുടെ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവപ്രസാദം ലഭിക്കത്തില്ല. സ്നേഹത്തോടെ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവരുടെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൂരതയിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ പുറത്ത് മേയുന്നതൊന്നും വരരുത്. അകത്തിരിക്കുമ്പോൾ അകത്തെ കാര്യം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വരുന്നുണ്ടെ പറഞ്ഞു, ഒറ്റ ഒരുത്തൻ അങ്ങോട്ട് അടുക്കുകയല്ലോ, ഒരു മൃഗം പോലും അങ്ങോട്ട് അടുത്ത് വന്നേക്കല്ലോ, വന്നതിനെ കല്ലെറിഞ്ഞു കൊന്നേക്കണം. പുറത്ത് മേയുന്നതൊന്നും ദൈവകൃപയുടെ പർവ്വതത്തിൽ അടുക്കാൻ പാടില്ല. ദൈവ സാന്നിധ്യത്തിൽ വരരുത്. ആത്മീയാർത്ഥം നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുറത്തുള്ള ചിന്തകളും ബോധങ്ങളും നിൽക്കരുത്. ഏകാഗ്രതയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം. പഴയ നിയമത്തിൽ ചിന്തകളും എത്ര ഭയങ്കരമായിരിക്കും. ഞാൻ കൽപ്പനകൾ ഓർക്കുമ്പോൾ അല്ലേ? ദൈവത്തിന്റെ കരുണയാണല്ലോ. ദൈവമേ കരുണ ചെയ്യണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചിന്തകളെയും ബോധങ്ങളെയും ദൈവത്തിന്റെ കൃപയുടെ പരിജ്ഞാനത്തിന് വിപരീതമായി വരുന്ന സകല ഉയർച്ചകളെയും ദൈവാത്മാവിൽ ജയിച്ച് ദൈവകൃപയിൽ ദൈവത്തെ ആരാധിക്കാൻ ഇടയാകും. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിനായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. സ്നേഹത്തോടെ പറയട്ടെ, കർത്താവേ എങ്ങനെയുണ്ട് ആരാധന? ആരാധനയിൽ വന്നുപോയ വീഴ്ചകളൊന്ന് ചിന്തിച്ചേ. മെക്കാനിക്കൽ അല്ലേ? കഴിഞ്ഞകാല ഭക്തന്മാർ
വളരെ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. ഞാൻ പല സ്ഥലത്തിലും ഓർമ്മിക്കുക, ഒന്നുമില്ലായ്മയുടെ നടുവിൽ മുളങ്കൂട്ട് വെച്ച് ആരാധിച്ചവരാ. വലിയ കെട്ടിടങ്ങളും മട്ടുപ്പാവും ഒന്നും ആരാധിക്കാനില്ലായിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന വചനത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ ജീവിതാന്തരീക്ഷത്തിൽ അവര് ജീവിച്ചതുകൊണ്ട് തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ അത് വലിയ അനുഗ്രഹമാണ്. ദൈവങ്ങളുടെ കരങ്ങളിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരാധിക്കാൻ കാരണമുണ്ടെന്ന് ഭക്തൻ പാടി അല്ലേ? ആരാധിക്കണം. വാക്കുകളുടെ കേവലം വാക്കുകളിൽ നിൽക്കുന്നതല്ല. മനസ്സിലായ? ഇംഗ്ലീഷിൽ പറഞ്ഞ ഇസ് ദ ഡീപ്പസ്റ്റ് റിയാക്ഷൻ ഓഫ് അഗപ്പെ. ദൈവസ്നേഹത്തിന്റെ ആഴമായ പ്രതിഫലനമാണ് ആരാധന. അതങ്ങനെ വരണം, എങ്കിലേ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. അപ്പൊ തന്നെ ഓർക്കേണ്ടതായ ഒരു സത്യമുണ്ട്. ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുന്ന ചിന്തകളും ബോധങ്ങളും എല്ലാം അല്ലേ? ദൈവത്തിന്റെ കൃപയുടെ പരിജ്ഞാനത്തിന് വിപരീതമായിട്ടുള്ളതൊക്കെ ദൈവകൃപയുടെ വിശുദ്ധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത്. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം അല്ലേ? നമുക്കറിയാമല്ലേ? ഓരേമിന്റെ മലഞ്ചെരിവിൽ വെളിപ്പെട്ട ഓരേമിന്റെ ചെരുവിൽ കർത്താവ് വെളിപ്പെട്ട് കത്തുന്ന അഗ്നിജ്വാലയിൽ മോശ അവിടെ ചെന്ന് കണ്ട കാര്യം നമുക്കറിയാം. ഈ ജ്വാലയുടെ അടുത്ത് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് അടുക്കരുതോ. മോശയോട് ദൈവം പറയാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥലം എങ്ങനെ വിശുദ്ധ ഭൂമിയായ? കഴിഞ്ഞ ദിവസം ഈ ആടിനെയും കൊണ്ട് അതിലേക്ക് പോയതാ മോശ. പക്ഷെ ഇപ്പൊ അത് വിശുദ്ധ ഭൂമിയായി. Just because of the reason that God came there. കർത്താവ് അവിടെ കടന്നു വരുന്നത് കൊണ്ടാണ് അവിടെ വിശുദ്ധി. വിശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവം കടന്നു വരുന്നിടത്ത് ഒരശുദ്ധിക്കും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധിയിൽ ആരാധിക്കണമെന്ന് ഈ പറയുന്നു. ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, തൊന്നവശം, അസൂയ, ഭിന്നത, മദ്യപാനം, വെറിക്കൂത്ത്, ഗലാത്യർ 5:19. ഇതൊക്കെ വെച്ചുകൊണ്ട് പോയി ആരാധിക്കാൻ കേട്ടോ. സഹോദരനോട് പിണങ്ങിയിരുന്നുകൊണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിയാതെ, ഒരു പ്രൈസിലോട് പറയാൻ കഴിയാതെ ഒക്കെ പോയി വേണേ ആരാധിക്കാം. ദൈവം പ്രസാദിക്കത്തില്ല. Come to the holy throne. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് അവിടെ വെച്ച് തീർത്തേച്ച് ഇങ്ങോട്ട് വരാമെന്നൊക്കെ കൽപ്പന, ദൈവത്തിന്റെ കൽപ്പന കേട്ടോ. മനസ്സിലാക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചിന്തകളെയും ബോധങ്ങളെയും ദൈവകൃപയുടെ വിശുദ്ധിയിൽ ഏകാഗ്രമാക്കുന്നത് ദൈവവചനമാകട്ടോ. പക്ഷെ ദുഃഖമെന്ന് പറയട്ടെ, ഒരു കാലത്ത് മണിക്കൂറുകൾ എടുത്ത് ദൈവസന്നിധി വചനത്തെ മുമ്പാകെ ഇരുന്ന ഒരു പാരമ്പര്യം നമുക്ക് പുറകിലുണ്ട്. അതിനൊന്നും ഇന്ന് നടക്കത്തില്ല, വേണ്ട. പക്ഷെ ദുഃഖം, ഒരാഴ്ച 168 മണിക്കൂറാണ്. ഒരാഴ്ച ലഭിക്കുന്ന ഒരു ആരാധനയുടെ മണ്ഡലങ്ങളിൽ ദൈവവചനത്തിന് എത്ര സ്ഥാനമുണ്ട്? കേൾക്കുന്നവർ അവരവരുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു. ഒരാഴ്ചത്തെ ഭാരം, വേദന, സങ്കടം, ദുഃഖം, നെടുവീർപ്പ്, ടെൻഷൻ എല്ലാമായിട്ട് കടന്നു വരുന്ന സഹോദരിക്ക് എന്തുകൊണ്ട് ആശ്വാസത്തിന്റെ വചനം? പാപത്തിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ അടപ്പെട്ട് കടന്നു വരുന്ന വ്യക്തി പാപബോധം വരുത്തുന്ന എന്തുകൊണ്ട്? ദുഃഖമെന്ന് പറയട്ടെ, വചനം കുറഞ്ഞുപോയി. ഒത്തിരി ഇല്ലയോ പ്രസംഗം എന്നൊക്കെ ചോദിക്കാം. ആത്മാർത്ഥമായി പരിശോധിച്ചേ. വേദപുസ്തകം 1-ാം വാക്യം, 1-ാം സങ്കീർത്തനം 1-ന്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു, Blessed is the man who delights in the law of the Lord, meditating upon it day and night, day and night, day and night. ഇവിടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേണ്ട, അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാനിടയാണ്. ദുഃഖം കൊണ്ട് ദൈവവചനത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളെ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ, നോബഡി നോസ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം കേൾക്കാനായി മനുഷ്യൻ ഓടി നടക്കുന്ന ഒരു കാലം. ഉള്ള സന്ദർഭങ്ങളെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നതുകൊണ്ട് പകലുള്ളിടത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ
ആരാധിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിയുള്ള വചനത്തിന്റെ മുമ്പാകെ നമുക്ക് വിനയപ്പെടാം. കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ന് അമേരിക്കയിലും UK-യിലും യൂറോപ്പിലും ഒക്കെ ഒരു കാലത്ത് ജനനിബിഡമായിരുന്ന ആരാധനാലയങ്ങൾ പലതും ഇന്ന് റെസ്റ്റോറൻറ്റുകളും സിനിമാശാലകളുമായി മാറിക്കഴിഞ്ഞു. എന്താ കാരണം? തലമുറയ്ക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ശാന്തമായി പരിശോധിക്കണമേ പ്രിയപ്പെട്ടവരെ. അപകടത്തിലേക്ക് നീങ്ങുകയല്ലേ. ഒരു തിരിച്ചുവരവിന് ദൈവം ആഗ്രഹിക്കുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തലമുറ നഷ്ടപ്പെടാതിരിക്കാൻ, അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കാനുള്ള മേഖലകളെ ദൈവമേ ഉണർത്തി തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. താഴ്ത്തപ്പെട്ട കർത്താവ് ആരാധനയെക്കുറിച്ച് വളരെ പ്രഖ്യാപിതമായ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ആകമാനമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു വചനമാണ് ശമരിയാക്കാരിയോട് കർത്താവ് പറഞ്ഞ വചനം. ശമരിയാക്കാരിയുമായിട്ടുള്ള ആ എൻകൗണ്ടറിൽ കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രവാചകനാന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആരാധനയിലേക്ക് പെട്ടെന്ന് കടന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുക, യഹൂദന്മാർ പറഞ്ഞു യെരുശലേമിൽ ആരാധിക്കുക. ഏതാ? കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞു? ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. ഇറ്റ്സ് നോട്ട് ജിയോഗ്രാഫിക്കൽ, ബട്ട് ഇറ്റ് ഈസ് തിയോളജിക്കൽ. ഏത് മലയിൽ, ഏത് പള്ളിയിൽ, ഏത് ആരാധനാലയത്തിൽ, ഇതൊന്നുമല്ല വിഷയം. എങ്ങനെ ആരാധിക്കുന്നു, ഹൗ ഈസ് യുവർ റിലേഷൻ വിത്ത് ദി ലോർഡ്. ദൈവമായിട്ടുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം, അതാണ് വിഷയം. എന്റെ കർത്താവ് ഇച്ചിരിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തു. സത്യനമസ്കാരികൾ, യോഹന്നാന്റെ സുവിശേഷം 4:22 മുതൽ വായിക്കണേ, എടുത്ത് വായിക്കാൻ സമയമില്ല. സത്യനമസ്കാരികൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന കർത്താവ്. ആരാധനയെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് ഇത്. പലയിടത്തും ഉണ്ട്, വാക്കുകളിൽ പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയുണ്ട്? സത്യം എന്തുവാ സത്യം? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അതാ കർത്താവ് എന്നാ അതിൻ്റെ അർത്ഥം. കർത്താവിന് മുഴുവൻ കർത്താവിനാണ് മഹത്വം. കർത്താവിലാണ് ഒതുങ്ങി നിൽക്കേണ്ടത് ആരാധന. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, നമുക്കറിയാം. എന്ന് വെച്ചാൽ എന്നാ? ദൈവത്തെ ആരാധിക്കുന്നത്. ശ്രദ്ധിക്കണമേ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച കാര്യമില്ല. ഒരു സ്ഥലത്ത് നീന്ന് അങ്ങോട്ട് മാറി അവിടെ ആരാധിച്ചിട്ട് കാര്യമില്ല. വാട്ട് ഈസ് അവർ റിലേഷൻ വിത്ത് ദി ലോർഡ്? വ്യക്തിപരമായി നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? ആ ദൈവകൃപയുടെ ഭദ്രതയിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയുമോ? അപ്പൊ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? സത്യത്തിലും ആത്മാവിലും എന്ന് ടു വർഷിപ്പ് ദി ലോർഡ് ഇൻ ദി ടോട്ടാലിറ്റി ഓഫ് ദി ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ആളത്വത്തിൽ നിറഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന, ദൈവമുഖം കണ്ട് ആരാധിക്കുന്ന ആരാധന. ഈ മേഖല വരെ നമുക്ക് എത്താം. നമ്മൾ വളരെ വിദൂരതയിലല്ലേ. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുമോ? ഈ മണിക്കൂറുകളിൽ കർത്താവ് ആരാധനയിൽ വന്നുപോയ വീഴ്ചകളെ ക്ഷമിക്കണമേ. പലപ്പോഴും പ്രായലേഖന കർത്താവ് പറഞ്ഞ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നവരാ നല്ലൊരു കൂട്ടം. ഒന്നുമില്ലായ്മയുടെ നടുവിൽ പണ്ട് നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചു. നമ്മളെ അമ്മമാർ കാലം മാറിയപ്പോൾ, സാഹചര്യം മാറിയപ്പോൾ പലതും വിസ്മരിച്ചു കളഞ്ഞില്ലേ? വേണ്ട എന്ന് വിട്ടുകളഞ്ഞത് പലതും തിരിച്ചെടുത്തില്ലേ? ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ശാന്തമായി പരിശോധിക്കാം. I am not here to condemn anybody, but I just want to bring your attention to the reality of the gospel. ആരെയും കുറ്റം പറയാനല്ല പ്രിയപ്പെട്ടവരെ. ദൈവങ്ങളുടെ ജ്ഞാനത്തിൽ, ദൈവങ്ങളുടെ പരിജ്ഞാനത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ബുദ്ധിയുപദേശം പറയും. വിനയപ്പെട്ട് ഏൽപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. ആരാധന അനുഗ്രഹമായി തീരട്ടെ, ദൈവപ്രസാദം ലഭിക്കുന്നതായിരിക്കട്ടെ. ഒത്തിരി കാലങ്ങൾ ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നത് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. കാലങ്ങളും ചുറ്റുപാടുകളും നമ്മൾ വീക്ഷിക്കുന്നവരാ. ദൈവത്തെ, ഹൂ ഈസ് ഗോഡ്, ദൈവം ആരാ? ആ ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ ആരാധിക്കാൻ എന്നാ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ?
ഒരുത്തിനടുത്ത് വന്നാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിന്റെ ആരാധനയിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനത്ത് നമ്മെ മാറ്റിയ ദൈവത്തിന്റെ കൃപയുടെ ഭദ്രതയിൽ നിന്നുകൊണ്ട് ജയകരമായി മുന്നോട്ട് നീങ്ങാൻ ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ആരെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതല്ല, ഐ വിൽ വർഷിപ്പ് ദ ലോർഡ്. മൈ ഫാമിലി, എൻ്റെ കുടുംബം, ഞാനും എൻ്റെ കുടുംബവും. പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഡോണ്ട് യു എവർ വെയിറ്റ് ഫോർ എ പ്രോബ്ലം ടു എൻകൗണ്ടർ. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ നാളെ ബുദ്ധിമുട്ടുകൾ വന്ന് കൂടിയതിനു ശേഷം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങാതെ ഇപ്പൊ തന്നെ വിനയപ്പെടാം. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമോ? കർത്താവെ കരുണ ചെയ്യണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? നോമിനലായിട്ടുള്ള, നാമധേയമായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള ഭക്തിമാർഗങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ കൃപയുടെ ഭദ്രത നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മഹത്വകരമായ ആരാധനയുടെ മണ്ഡലങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ നടത്തുന്ന ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് അതിലേക്ക് തരണമേ. ആ മണ്ഡലങ്ങളിൽ വന്നു പോയിരിക്കുന്ന പോരായ്മകളെ പരിഹരിക്കാൻ പ്രാർത്ഥിക്കാൻ കൂടെ നമുക്കിടയാകണം. എല്ലാ കാര്യവും ഒന്നും ശരിയാക്കാൻ നമ്മളെ കൊണ്ട് കൊണ്ട് കഴിയത്തില്ല. ഓരോരുത്തർക്കും കഴിയാവുന്നത് ചെയ്തെടുക്കാൻ ദൈവം ഇടയാക്കട്ടെ. അതിനാഗ്രഹമുണ്ടോ എങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ചുറ്റുപാടൊന്നും സംഭവിക്കുന്നത് വിചാരപ്പെടണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുക്കുന്ന സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം നിറച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അത്യുന്നതന്റെ വിശുദ്ധവാസത്തെ സന്തോഷിപ്പിക്കുന്ന ആനന്ദ നദി, ആത്മാവിന്റെ നദി, പരിശുദ്ധാത്മാവിൽ ജയകരമായി ജീവിപ്പാൻ കർത്താവെ കരുണ ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ നിൽക്കുന്ന വചനം ധ്യാനിക്കാൻ അവസരം തരുന്നതുകൊണ്ട് കർത്താവേ, കാലത്തിന്റെ വെല്ലുവിളികളെ കാണുമ്പോൾ, കാലത്തിന്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കുമ്പോൾ, സങ്കീർണമായൊരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ നീ അല്ലാതെ ആരുമില്ല. നിന്റെ വചനമല്ലാതെ ഒന്നുമില്ല. ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ വേദനകൾ ഞങ്ങളെ താങ്ങിയത് നിന്റെ വചനം. ആ വചനത്തെ മാനിച്ചുകൊണ്ട് കർത്താവെ നിന്നെ ആരാധിക്കാൻ, ദൈവിക പ്രമാണങ്ങളുടെ വഴിയിൽ നിന്നെ ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് വരം തരണേ എന്ന് പ്രാർത്ഥന. തെറ്റുപറ്റിയ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മടങ്ങി വരാൻ വചനം കേട്ടവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ദൈവകൃപയിൽ ഏൽപ്പിക്കുന്നു. സത്യത്തിനും ആത്മാവിൽ നിന്നെ ആരാധിക്കുന്ന വലിയൊരു കൂട്ടമായി കാലഘട്ടങ്ങളിൽ ജീവിതങ്ങൾ ഉണരട്ടെ. വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭകളിലും ഒക്കെ ദൈവാത്മാവിന്റെ സന്ദർശനം ഉണ്ടാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. തിരുകൃപയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഞങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ ഉണർവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വ്യാപാര ശക്തി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ വചനം കേൾക്കുന്നുണ്ടല്ലോ. നീ അവർക്ക് വിടുതലും സൗഖ്യവും സമാധാനവുമായിരിക്കണമേ. തിരുനാമം എല്ലാവരും മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.